ആവണി എന്താണ് തെറ്റി? നീ എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കണേ? ഞാൻ ഇന്ന് മദനെ കണ്ടിരുന്നു. എന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ? സംസാരിച്ചു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനേട്ടാ. അവിടെ ഞാനത് മദന എത്ര നാളായി കണ്ടിട്ട്. ആണെന്താ മനസ്സിലാവാത്ത പോലെ നിൽക്കുന്നേ? എടോ ഞാൻ ആവണിയാടോ. ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ ഞാനായിരിക്കത്തില്ല. നിങ്ങൾ പോസ്റ്റ്മാൻ മദനം തന്നെയല്ലേ? അതെ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ആള് തന്നെയാ നിങ്ങള്. പണ്ട് ഞാൻ സ്ഥിരമായിട്ടേ എനിക്ക് വല്ല അപ്പോയിന്റ്മെന്റ് ലെറ്ററും വന്നിട്ടുണ്ടോന്ന് ചോദിച്ച് നിങ്ങളെ പുറകെ നടക്കുമായിരുന്നു. എന്നിട്ട് നിങ്ങൾ PSC ആവണെന്ന് കളിയാക്കി പോലും വിളിച്ചിട്ടുണ്ട്. ഓർക്കുന്നില്ലേ? ഓർമ്മ കിട്ടുന്നില്ല മാഡം. നമ്മള് ദിവസം എത്ര പേരെ കാണുന്ന ഓർമ്മ കിട്ടുന്നില്ല. ശരി വയ്ക്കോട്ടെ, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അല്ല അത് എന്താ പറഞ്ഞു? അതെ മോനേട്ടാ, അയാൾക്ക് എന്നെ ഓർമ്മയില്ലെന്ന്. ഞാൻ ആകെ തകർന്നു പോയി മോനേട്ടാ. ഇപ്പൊ തകർന്നേനെ. എന്താ? അല്ല, നിന്റെ മനസ്സ് എത്രമാത്രം തകർന്നു കാണും എന്ന് ഞാൻ പറഞ്ഞ. എനിക്ക് ആകെ സങ്കടമായി. നീ വിഷമിക്കാതിരിക്കേ. ഇതിപ്പോ അവര് ഡെയിലി എത്ര പേരെ കാണുന്ന അതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഒരുപാട് നാൾക്ക് ശേഷം കാണുന്നതല്ലേ, അപ്പോൾ ഓർത്ത് കാണൂല, അതായിരിക്കും. അയ്യോ മോനെ ചായ വേണ്ടേ? നീ അവിടെ ഇരിക്കും. നിന്റെ മൂടൊക്കെ മാറി നീ കൂളായിട്ട് എനിക്കൊരു ചായ എടുത്താ. അതിനിപ്പോ എന്റെ മൂടിന് എന്താ കുഴപ്പം? അല്ലെങ്കിൽ തന്നെ കണ്ടവരെന്നെ ഓർമ്മ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാം. അതാണ് സ്പിരിറ്റ്. അങ്ങനെ വേണം ആവണി. ഇവിടെ ഇട്ടിട്ട് വരാം. ചായ വേണോ കാപ്പി വേണോ? ചായ വേണോ കാപ്പി വേണോന്ന്? കായോ? എന്താണെങ്കിലും മതി. എന്താണത്? നിങ്ങൾക്ക് ഇതെന്താ മോനേട്ടാ? എനിക്കൊന്നുമില്ല. പേടിപ്പിക്കാൻ വേണ്ടി. എന്താടോ രക്ഷപ്പെട്ടെ? എന്തുപറ്റി തന്റെ പെണ്ണുപിള്ള ഇട്ടിട്ട് പോയാ? ഒന്ന് പോക്കിരുന്നു. അതൊന്നുമല്ല, നമ്മുടെ മദനില്ലേ, പോസ്റ്റ്മാൻ മദനൻ. അവൻ എന്റെ ഭാര്യ ആവണീനെ കണ്ടു. എന്നിട്ട് കുഴപ്പമായാ? ഇല്ല, കുഴപ്പമില്ല. എന്തു കുഴപ്പമാവാൻ? ഒരു കുഴപ്പമില്ല. അതുമല്ല, ഈ മദനൻ ആവണി അടുത്ത് പറയണ് അവളെ മനസ്സിലായില്ലെന്ന്. ശരിക്കും? അതേ വക്കീല്. ഇതാടോ പറയുന്നേ, നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ ഇത് നടത്തിത്തരാൻ വേണ്ടി ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അയ്യോ, അല്ല അപ്പൊ ഈ ആവണി ഗവൺമെന്റ് ജോലിയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകം മൊത്തം കൂടെ നിൽക്കും അവളുടെ. അതിന് അവളുടെ ലോകം താനല്ലേ. അവൾക്ക് ജോലി കിട്ടാതിരിക്കാനുള്ള കാരണക്കാരൻ താൻ തന്നെയല്ലേ? അതെ അതെ, അത് ശരിയാണ്. അപ്പൊ തന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? തൽക്കാലം തീർന്നു. ഇനിയിപ്പോ അടുത്ത PSC എക്സാമും അതിന്റെ റിസൾട്ട് വരുന്നവരെ സേഫാണ്. എന്നാ പിന്നെ ഇത് എഴുതിക്കാതിരുന്ന പോരെ? ഞാൻ അത്ര ക്രൂരനല്ല വക്കീലെ. പിന്നെ ക്രൂരനല്ല. താനൊന്ന് പോയേ. അതെ, ഓഫീസ് ഷിഫ്റ്റിങ്ങിന്റെ കുറച്ച് തിരക്കുണ്ട്. അപ്പൊ പിന്നെ കാണാം. ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ആവണി, ഞാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാലേ, കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. അത് ആക്ച്വലി എല്ലാവർക്കും അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതിപ്പം സ്ത്രീകളും കുട്ടികളും എല്ലാവരും പെടുവാനകത്ത്. ഞാൻ കൈകാര്യം ചെയ്യുന്നത് സ്കൂൾ കുട്ടികളുടെ വിഭാഗമാണ്. ഗവൺമെന്റ് അതിലേക്ക് വോളണ്ടിയേഴ്സിനെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരാളെ എടുക്കാം. അതിൽ ആവണിക്ക് താല്പര്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. എനിക്ക് താല്പര്യമുണ്ട് ചേച്ചി. അഞ്ജുവിനും താല്പര്യമുണ്ടോ? ഉണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അഞ്ജു അല്ലേ പറഞ്ഞു അഞ്ജുവിന് ബിസിനസ്സാണ് താല്പര്യം എന്ന്.
അപ്പം ഞാൻ വിചാരിച്ചു ആവണിയല്ല ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത്, ഇതാവുമ്പോൾ അവർക്ക് ഒരു എക്സ്പീരിയൻസും ആവും. എനിക്കും ഇതൊരു എക്സ്പീരിയൻസ് ആവൂലേ? ആകപ്പാടെ കൺഫ്യൂഷൻ ആയല്ലോ. അമ്മേ എന്തു പറയുന്നു? ഞാൻ എന്ത് പറയാനാണ്, ഇവര് തമ്മിൽ തീരുമാനിക്കട്ടെ. ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ലൈഫിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കാൻ, ഞാൻ അത് ഇംപ്ലിമെന്റ് ചെയ്തു. ഞാൻ എൻ്റെ ലൈഫിനെ കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കാൻ തീരുമാനിച്ചു ചേച്ചി. ആവണിയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്ത് പറയാനാ മാഡം? ഡോ താൻ വിഷമിക്കാതിരിക്കും. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പ് ഇട്ട് തരാം. നിങ്ങൾ കുടുംബമായിട്ട് ഇന്നൊന്ന് ചർച്ച ചെയ്യുക, ഇതിനെപ്പറ്റി പഠിക്ക്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ എന്നെ നിങ്ങളുടെ തീരുമാനം അറിയിക്കണം. മറക്കരുത്, 2 ദിവസത്തിനുള്ളിൽ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓക്കേടാ അമ്മ, ശരി എന്നാ പിന്നെ വരാവേ. രണ്ടു ദിവസം സമയമുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കാം. ഏട്ടത്തി, എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാ അതൊക്കെ വേണമെന്ന് തോന്നി തുടങ്ങി. അല്ലാതെ ഏട്ടത്തിക്ക് ഭാരം വെച്ചതൊന്നുമല്ല. മനസ്സിലായി. നീ ശരിക്കും ജോലിക്ക് പോകാൻ തന്നെയാണോ? ആലോചിക്കട്ടെ. ആലോചിക്കാതാ, ഇത് വീണ്ടും എന്റെ മക്കളെ തമ്മിൽ തെറ്റിക്കാനുള്ള പരിപാടിയാ. അങ്ങനല്ല കളിക്കുന്ന, മറ്റേതെടുക്ക്. അല്ല സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇല്ല പറ്റില്ല. പിള്ളേരെ നിങ്ങൾ താഴെ എങ്ങനെ പോയി കളിച്ചേ. അല്ല പറ്റില്ല. ഇല്ല പറ്റില്ല. മനസ്സിലായില്ലേ? താഴെ പോയി കളിക്കാൻ. ഇറങ്ങിക്കോളൂ ഒരു നിങ്ങൾ. എന്താടാ അമ്മ ടെറണ്ട ഓട്ടിച്ചോട്ട്. അവണേ എന്തു പറ്റി? ഇത് പിള്ളേരെന്ന് പറഞ്ഞു നീ ടെററാണ്, ഭയങ്കര ദേഷ്യത്തിലാന്ന്. എന്താ പ്രശ്നം? എനിക്കൊരു ജോലി കിട്ടി. ജോലി കിട്ടിയെന്നാ? ജോലി കിട്ടിയെന്ന് വെച്ചാ അങ്ങനല്ല. എടി നീ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാണ്ട് കാര്യം പറ. ടെൻഷനോ? എനിക്ക് ജോലി കിട്ടിയത് നിങ്ങൾ എന്തിനാ ടെൻഷൻ ആവുന്നത്? അല്ല ഏത് ജോലിയാ കിട്ടിയെന്ന് അതാ ചോദിച്ചത്. ഇവിടെ ഒരു ചേച്ചി വരാറില്ലേ, എനിക്ക് ആക്സിഡന്റ് ആയപ്പോ എന്നെ സഹായിക്കുകയൊക്കെ ചെയ്തേ. അവരുടെ പുതിയ പ്രൊജക്റ്റിലേക്ക് കുറച്ച് വോളണ്ടിയേഴ്സിനെ എടുക്കുന്നുണ്ടെന്ന് ആ ചേച്ചി പറഞ്ഞു. അതിലൊരു വോളണ്ടിയർ ആവാൻ താല്പര്യം ഉണ്ടോ എന്നും ചോദിച്ചു. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ എന്തെങ്കിലും പറഞ്ഞതിന് മുന്നേ 5 ചാടി കയറി അവക്ക് അതാവണമെന്ന് പറഞ്ഞില്ലേ? ഓ രക്ഷപ്പെട്ട്. എന്തോന്ന് നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? കഷ്ടപ്പെട്ട് നീ ഇത്രയും ജോലി ട്രൈ ചെയ്തിട്ടേ വേറൊരാൾ അതിൻ്റെ ഇടയിൽ കയറാന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടപ്പാടല്ലേ? അതാണ് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്. എന്നാലും ഞാൻ ഇത്രയും കാലം ശ്രമിച്ചു, എന്നിട്ടാണ് എനിക്കിട്ട് ഗവൺമെന്റ് ജോലി കിട്ടിയതുമില്ല. അത് ഞാൻ പിന്നെ എൻ്റെ വിധിയാണെന്നെങ്കിലും വിചാരിക്കായിരുന്നു. ഇതിപ്പോ പെർമനന്റ് ജോലിയൊന്നും അല്ലെങ്കിലും ഗവൺമെന്റ് ജോലിയുടെ ഭാഗം തന്നെയല്ലേ, എനിക്ക് ചെയ്യണം മോനേട്ടാ. അല്ല അപ്പൊ അഞ്ചു കുഞ്ചു അതൊന്നും എനിക്ക് അറിയണ്ട, എനിക്കിത് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. 2 ദിവസം ആ ചേച്ചി സമയം തന്നിട്ടുണ്ട്, അതിനു മുന്നേ അവള് പിന്മാറണം. അല്ലെങ്കിൽ ഒന്നുമില്ല, അവള് പിന്മാറണം, അത്ര തന്നെ. എനിക്ക് വോളണ്ടിയർ ആയിട്ട് പോകണം. അത് നടന്നില്ലെങ്കിലുണ്ടല്ലോ പിന്നെ ഈ വീട്ടിൽ സമാധാനം എന്താണെന്ന് അവൾ അറിയില്ല. അവന് നീ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് കേട്ടാ നിൽക്കും, ഒരു സംശയം വേണ്ട. അവള് പറയാ, ഏട്ടത്തി എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അല്ലാതെ ഏട്ടത്തിക്ക് പാര വെക്കാൻ നിന്നോന്നും അല്ലെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അവന് നീ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകലേട്ടാ. എന്റെ ദൈവമേ, എനിക്കിട്ട് പണി തരൂന്നുള്ള വാശി തന്നെയാണല്ലേ. അട വീട്ടിക്ക് വാസപ്പടി വേണം, തനിക്കൂത്തുക്കും പാട്ടുക്കും. എന്താണ് ഇത്ര വലിയ സന്തോഷം? ഞാനിന്ന് കുറച്ച് സന്തോഷത്തിലാ. കാര്യം പറയ്, ഞങ്ങൾ അറിയട്ടെ. ഒരു ദിവസം ഒരു മേഡം വന്ന് എന്നോട് ബാഗ് തിരിച്ചു കൊടുക്ക്, ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറഞ്ഞില്ലേ? ആ മേഡം ഇന്നും വന്നിരുന്നു. ഇന്നും വന്നാ? അല്ല, അവരെന്നെ കൊണ്ടേ പോവും. ദയവായിട്ട് അവരിന്ന് കൊണ്ടുവന്നത്. ദയവായിട്ടാ? നീ കാര്യം പറഞ്ഞേ. പ്രകാശ് ഏട്ടാ, അവര് വെറുതെ വന്നതല്ല, അവരെ ഏട്ടത്തിക്ക് ഒരു ഓഫർ കൊണ്ട് വന്നതാ. ഓഫറാ? എന്ത് ഓഫർ? ഒരു ഗവൺമെന്റ് പ്രൊജക്റ്റ്, അവരതിന്റെ ഭാഗമാണ്. പിന്നെ അതിൽ കുറച്ച് വളണ്ടിയർമാരെ എടുക്കുന്നുണ്ട്. അതിലൊരു വോളണ്ടിയർ ആകാൻ ഏട്ടത്തെ കൂടെ അവർ ക്ഷണിച്ചു.
അടിപൊളി. അപ്പൊ ഏട്ടത്തിക്ക് ഭയങ്കര സന്തോഷമായി കാണൂല. അതെ, പെർമനന്റ് ഗവൺമെന്റ് ജോലിയൊന്നും അല്ല, പക്ഷേ ഗവൺമെന്റ് ജോലി പോലെ തന്നെയാണ്. ഏട്ടത്തിക്ക് ജോലി കിട്ടിയതിനപ്പം നിനക്ക് ഇത്ര സന്തോഷം? അല്ല, ഏട്ടത്തി ഈ ജോലിക്ക് പോണില്ല, അതാ എനിക്ക് ഇത്ര സന്തോഷം. പോവില്ലേ? നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഏട്ടത്തി എന്തായാലും അത് വിടില്ല. ഏട്ടത്തി വിടില്ല, പക്ഷെ ഞാൻ ഏട്ടത്തിയെ പോകാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ലേ? അതെന്താ? സമ്മതിക്കില്ല, അത് തന്നെ. ആ ഓഫർ ഏട്ടത്തിക്ക് മാത്രമല്ല എനിക്കും കൂടിയാ. ഞാനൊന്നും പറയില്ല എന്ന് വിചാരിച്ച അവരിവിടെ വന്നത്, പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ടെന്ന്. അമ്മ എന്ത് ദുഷ്ട അമ്മേ. ആ, ഞാൻ കുറച്ച് ദുഷ്ട തന്നെയാ. അല്ല, നീ ആ ജോലിക്ക് പോകാൻ പോണോ? ഞാൻ പോണില്ല, പക്ഷെ നിങ്ങളുടെ ഏട്ടത്തിയും പോവില്ല. അഞ്ചു, ഇത് വലിയ പ്രശ്നമായി മാറൂട്ടാ. ഒരു പ്രശ്നവുമില്ല. ഈ ഓഫർ ഉണ്ടെന്ന ചേച്ചിക്ക് എന്നെ പിന്മാറാൻ നിർബന്ധിക്കാൻ പറ്റില്ല. അതെന്താ കാരണം എന്നറിയോ? ഇല്ല. ഈ ഗ്രൂപ്പിൽ ഇടേണ്ട മെസ്സേജാണ് നിങ്ങളുടെ ഏട്ടത്തിയുടെ ഡെഡിക്കേഷൻ കണ്ട് നേരിട്ട് വന്ന് പറഞ്ഞത്. ഇനി അഥവാ നിർബന്ധിച്ച ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് ഗ്രൂപ്പിലിടും. താങ്ക് യു ചേച്ചി, ഈ വീട്ടിൽ വന്ന് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു എന്ന്. അതോടെ അവരുടെ ഡിഗ്നിറ്റി അങ്ങ് പോകും. എന്റെ അഞ്ചു, നീ എങ്ങനെ ഇതൊക്കെ ചിന്തിക്കണിങ്ങനെ? സാഹചര്യം. എനിക്ക് നിങ്ങളുടെ ഏട്ടത്തെ ഇഷ്ടമല്ല, അത് തന്നെ കാരണം. എപ്പോൾ നോക്കിയാലും കുറ്റപ്പെടുത്തലും കളിയാക്കലും പരിഹാസവും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ നിങ്ങളുടെ ഏട്ടത്തിയോട് ഞാൻ റിവെഞ്ച് ചെയ്യുന്നു. അതൊക്കെ ഓർമ്മയുണ്ട്. അല്ല, ഈ റിവെഞ്ചിനുള്ള റീസൺ എന്താണ്? അതൊന്നും എനിക്കറിയില്ല. ഒരവസരം വന്നപ്പോൾ ഞാനത് ചെയ്തു. പിന്നെ എപ്പോഴും പറയാനുള്ളതേ നിങ്ങളോട് ഇപ്പോഴും പറയാനുള്ളൂ. ഇതിന്റെ പേരിൽ ഒരു സംസാരം ഉണ്ടായാൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. രണ്ട് ഇടി കൊടുക്കച്ചാ, അങ്ങനെങ്കിലും ഒന്ന് ശരിയാവട്ടെ. പണ്ടത്തെ പോലെ ഒന്നും അല്ല, പിടിച്ചു കഴിഞ്ഞാൽ വലിയ കേസായി മാറും. അപ്പൊ അച്ഛനെ തല്ലിയാലോ? അച്ഛനെ തല്ലിയാലും കറങ്ങി തിരിഞ്ഞത് എൻ്റെ തലയിലാവും. അതാണ് ഇപ്പോഴത്തെ കാലം. മോഹന, ഒരു സമാധാനം കിട്ടണല്ലോ വക്കീലെ, ഒരു സമാധാനവും ഇല്ല. ഇവിടെ തനിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ വല്ല പ്രശ്നമുണ്ടോ? അല്ല, കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് സന്തോഷത്തോടെ ഇവിടുന്ന് പോയ ആളാണ്. ഇപ്പൊ ഇത് ഭയങ്കര ടെൻഷൻ അടിച്ച് പിന്നെ വന്നിരിക്കും. എൻ്റെ വക്കീലെ, സമാധാനത്തിനും സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ വീട്ടിലോട്ട് കയറി ചെന്നത്. അവിടെ എത്തിയപ്പോഴേക്കും അടുത്ത മാരണം ഒരു സ്ത്രീ. സ്ത്രീയോ? ഏത് സ്ത്രീ? പേരൊന്നും എനിക്കറിയാൻ പാടില്ല. ആവണി അവര് ചേച്ചിന്നൊക്കെ വിളിക്കണത്. പോരാത്തതിന് അവരൊരു ഗവൺമെന്റ് എംപ്ലോയി. അവരുടെ പുതിയ ഏതോ പ്രൊജക്ടിന് ആവണിനെ വോളണ്ടിയർ ആയിട്ട് ക്ഷണം കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ. തന്റെ കാര്യം വല്ലാത്ത കഷ്ടമാടും. താൻ്റെ കാര്യം ചെയ്, ആ സ്ത്രീയുടെ ഡീറ്റെയിൽസ് എടുക്ക്, എന്നിട്ട് അവരെ പോയി കണ്ട് കാര്യം പറയും. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രകാശൻ ഈ പറഞ്ഞ സ്ത്രീനെ കണ്ടിട്ടുണ്ട്. ഈ സ്ത്രീയുടെ പ്രശ്നം എന്താണെന്നറിയോ? തികച്ചും പുരുഷവിരോധിയാണ്. പുരുഷവിരോധിയോ? വല്ല മണഗുണാഞ്ചം ഭർത്താവും ആയിരിക്കും അവരുടെ. അതുകൊണ്ടാണ് ഈ പുരുഷവിരോധം. എൻ്റെ കയ്യിലെങ്ങാനും ആയിരിക്കണം, അവളെ വരച്ച വര നിർത്തിയാണ് ഞാൻ. എന്റെ വക്കീലിന്റെ പോലെ എല്ലാരും ഭാഗ്യവന്മാരാവാൻ പറ്റുമോ? അത് ശരിയാ. താനൊരു കാര്യം ചെയ്യ്, അവരുടെ ഭർത്താവിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്ക്. ഞാൻ അയാൾക്കൊരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കൊടുത്ത് അയാൾ ഒരു ആണാക്കാൻ പറ്റുമോ നോക്കട്ടെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ അനിയന്റെ ഭാര്യക്ക് ഈ ജോലി ചെയ്യണം എന്നുള്ള വാശിയിലാണ്. അപ്പൊ പിന്നെ താൻ രക്ഷപ്പെട്ടില്ലേ? അവൾക്ക് ആ ജോലി മേടിച്ചു കൊടുത്ത് സമ്മാനത്തോടെ ഇരുന്നൂടെ? എന്റെ വക്കീലെ, എന്തൊക്കെ മണ്ടത്തോടെ ഈ പറയണത്? അവള് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്റെ ഭാര്യ വെറുതെ ഇരിക്കില്ല, പിന്നെ ഞങ്ങൾ രണ്ടിലും ഉടക്കാവില്ലേ? എടോ, തന്നോട് നേരിട്ട് എന്ന് സപ്പോർട്ട് ചെയ്യാനാണോ പറഞ്ഞത്? ബുദ്ധി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടോ? അത് ഉപയോഗിക്ക്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ കേസൊന്ന് കൈകാര്യം ചെയ്യേ. പിടികിട്ടിയാ? ഇല്ല. പിന്നെ എന്തോന്ന് ഇത്ര നേരം ചിന്തിച്ചോണ്ടിരുന്നത്? അല്ല, വക്കീൽ എന്താ ഉദ്ദേശിക്കണേ ഞാൻ ചിന്തിച്ചോണ്ടിരിക്കണായിരുന്നു. ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യും വക്കീൽ, അതൊന്ന് പറ. എടോ, പരസ്യമായി താൻ തന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുക. വീട്ടിലുള്ള ബാക്കി എല്ലാ ആളുകളുടെ അടുത്തും പോയി താൻ അനിയന്റെ ഭാര്യ ജോലിക്ക് പോകേണ്ട കാര്യത്തെ പറ്റി സംസാരിക്കുക. അപ്പൊ ഒരു പ്രശ്നം വരുമോ? അപ്പൊ അവിടെ ഭൂരിപക്ഷത്തിനായിരിക്കും സ്ഥാനം കൂടുതൽ. അപ്പൊ ആരെ സപ്പോർട്ട് ചെയ്യും? അഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ തനിക്ക് പ്രശ്നമുണ്ടോ? അഞ്ജു ജോലിക്ക് പോട്ടെ, ആവണി വീട്ടിലിരിക്കും. ഓ വക്കീലാണ് പുലി തന്നെ. എന്തായാലും ഞാൻ വീട്ടിൽ ചെന്ന് ആവണിനെ സപ്പോർട്ട് ചെയ്യും. പ്രകാശൻ എന്തായാലും അഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അമ്മയുടെ കാര്യം എന്തായാലും ഉറപ്പായിട്ടും അഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം 101% ഉറപ്പാ. ഉറപ്പാണോ? ഉറപ്പ്. ഞാനല്ല ആ വീട്ടിൽ താമസിക്കണേ, എനിക്കറിയാൻ പാടില്ല അവിടുത്തെ കാര്യങ്ങള്. വക്കീലെ, ഈ പ്ലാൻ കൊള്ളാം. എന്തായാലും വീട്ടിൽ ചെന്ന് ഈ പ്ലാൻ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാ. നീ എന്ത് ആലോചിച്ചോണ്ടിരിക്കണേ? ചേട്ടാ, നാളെ പിന്നെയും രണ്ടുപേരും രണ്ട് വഴിക്കാവുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. പഴയ പ്ലാൻ എന്തായാലും വർക്കൗട്ട് ആവില്ല. അതിന് ഒരിക്കലും വർക്കൗട്ട് ആവില്ല. അവനിക്ക് എല്ലാം മനസ്സിലായി. നമ്മൾ കാണിച്ച ഇവിടെ സ്റ്റണ്ട് സീനില്ലേ, അതൊക്കെ വെറും ടൈപ്പ്. അതെങ്ങനെ?
അതങ്ങനെ. എടാ നീ അയച്ച വാട്സാപ്പ് മെസ്സേജ് ഒക്കെ അവള് വായിച്ചു നോക്കി. ഇവിടെ ചമ്മി നാറി ഞാൻ. അല്ല പ്ലാൻ എന്തായാലും നമ്മൾ ചേഞ്ച് ചെയ്യുന്നതാണല്ലോ. അല്ല ഈ പ്രോബ്ലം എങ്ങനെ നമ്മൾ സോൾവ് ആക്കും? ഇതിപ്പോൾ 2 പേർക്കും ജോലിക്ക് പോകണം എന്നുള്ള സ്ഥിതിക്ക് നമുക്ക് ഭൂരിപക്ഷത്തിന് വിടാം. എങ്ങനെ? എടാ നീ അഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യണം, ആ അവളെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ആവണീനെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഉള്ളത് അമ്മയുടെ കാര്യമാണ്. അത് പിന്നെ അറിയാമല്ല, എന്തായാലും നിന്റെ ഭാര്യയുടെ സൈഡിൽ നിൽക്കും. അമ്മ ആർക്ക് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യട്ടെ. ഭൂരിപക്ഷത്തിന് വിടാനുള്ള കാര്യം എന്തായാലും അഞ്ജുനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. ഏട്ടത്തിയുടെ കാര്യം ചേട്ടൻ നോക്കിക്കോളാം. അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഏട്ടത്തി സ്ട്രോങ് ആണ്. അറിയാലോ. അല്ല പിള്ളേര് 3 പേര് വോട്ട് ചെയ്യണമെന്ന് പറയുമോ? എടാ പിള്ളേരുടെ കാര്യമൊക്കെ വിടും. പിന്നെ ഇവിടെ വോട്ട് ഇലക്ഷനൊക്കെ നിൽക്കാൻ പോകണമല്ലേ, അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാത്. പ്ലാൻ പാളരുത്. പാടില്ല. ഇനി അമ്മ എങ്ങാനും ആവണിയെ സപ്പോർട്ട് ചെയ്യൂ. മിനിറ്റിന് പണി വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ ഈ കാര്യത്തിനെങ്കിലും നീ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ അവസ്ഥ അതായതുകൊണ്ടാണ്. നാളെ എൻ്റെ ഒക്കെ ട്രീറ്റ് ആണേ. അതെന്തിന്റെ കൊച്ചാ? നാളെ മുതൽ 5 ജോലിക്ക് പോവല്ലേ. ട്രീറ്റ് പുറത്തുനിന്നാണോ വീട്ടിൽ വെച്ചാണോ കൊച്ചാ? ട്രീറ്റ് ഇവിടെ അല്ല, വേണമെങ്കിൽ പുറത്തോ. 5 പറയുന്ന പോലെ. ഒരുപാടൊന്നും ആഗ്രഹിച്ചില്ലെങ്കിലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ജോലിയല്ലേ. കുട്ടികൾ പറയുന്ന സ്ഥലത്ത് തന്നെ ആയിക്കോട്ടെ ട്രീറ്റ്. മോഹനേട്ടനൊന്നും പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ തീരുമാനിച്ച ആരാ ജോലിക്ക് പോണെന്ന്? അമ്മ ഒരാൾക്കല്ലേ അവസരമുള്ളൂ, 5 പോട്ടെ. അതിന് ആവണി സമ്മതിച്ച? ഞാൻ ജോലിക്ക് പോകുന്നതിന് എന്തിനാ ഏട്ടത്തിയുടെ സമ്മതം? ഏട്ടത്തിയുടെ സമ്മതമൊന്നും ആവശ്യമില്ല. പക്ഷെ ഈ ജോലിക്ക് നീ പോകുന്നില്ല. അത് ഏട്ടത്തി മാത്രം തീരുമാനിച്ചാൽ മതിയോ? തൽക്കാലം ഞാൻ തീരുമാനിച്ചാൽ മതി. പ്രകാശ് ഏട്ടാ, ഇത് ഭയങ്കര ഓവറാണ് കേട്ടാ. ഏട്ടത്തിക്കെന്നും പറഞ്ഞു കൊണ്ടുവന്ന ജോലി ഒന്നല്ലേ ഇത്. താല്പര്യമുള്ളവർക്ക് തെരഞ്ഞെടുക്കാന്ന് പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ അവള് പോട്ടെ ആവണി. നീ എന്തായാലും PSC എഴുതുന്നുണ്ടല്ലോ. അമ്മ ഇവള് ആഗ്രഹിച്ച് ആറ്റുനോറ്റ് കിട്ടിയ ജോലിയാണെങ്കിൽ ഞാൻ വേണ്ടെന്ന് വെച്ചേനെ. പക്ഷെ ഇവള് ഇതിനോട് വാശി തീർക്കാൻ വേണ്ടി ചെയ്യുന്നതാ. വാശിക്ക് വാശി അങ്ങനെ തന്നെ കൂട്ടിക്കോ. 5 ഈ ജോലിക്ക് പോയിരിക്കും. ഒരു 2 പേരും നിർത്തണ്ട. കുറെ നേരെ ഈ സ്ഥിരമായിട്ടുള്ള ഗവൺമെന്റ് ജോലിയൊന്നുമല്ലോ, കുറച്ച് ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളൂ. ഇനി ഇതും പറഞ്ഞു വഴക്കുണ്ടാക്കി രണ്ടുപേർക്ക് പിരിഞ്ഞു പോകാനുള്ള പരിപാടി. ഇതിനിപ്പോ എങ്ങനെ ഒരു പരിഹാരം കാണും കേട്ടാ. ഇതിപ്പോ 2 പേർക്ക് 2 അഭിപ്രായമുള്ള സ്ഥിതിക്ക് നമുക്ക് ഭൂരിപക്ഷം നോക്കാം. അതൊന്നും വേണ്ട, അത് ശരിയാവില്ല. എന്താ ശരിയാവത്തെ? ഇത്രയും ഗൗരവമുള്ള കാര്യം ഭൂരിപക്ഷം നോക്കിയാണോ ചെയ്യണേ? എന്നാ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഒന്നെങ്കിൽ ടോസ് ഇടാം, അല്ലെങ്കിൽ 2 പേരുടെ പേരെഴുതി നമുക്ക് ലോട്ട് ഇടാം. 6 പേര് കിട്ടുന്നോ അവർ ജോലിക്ക് പോട്ടെ. സിമ്പിൾ. എടി വീണ്ടും അവിടെ. അല്ല അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. നല്ല ഐഡിയ ആണ്. നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കാം. 2 പേരുടെയും പേരെഴുതുന്നു, 6 പേര് വരുന്നു, അവര് ജോലിക്ക് പോകുന്നു. എല്ലാവരോടും കൂടിയായിട്ട് ഞാൻ പറയുകയാണ്, ഇതാണ് നമ്മുടെ തീരുമാനം. അമ്മ എന്ത് പറയുന്നു അത് ഞാൻ അനുസരിച്ചോളാം. അമ്മ ഞാനും അമ്മ പറയുന്ന പോലെ സമ്മതിച്ചോളാം. എടാ മോഹന ചെല്ല്, പേപ്പർ എടുത്ത് 2 പേരുടെയും പേരെഴുതി വേഗം കൊണ്ടുപോവാ. ഇപ്പൊ തീരുമാനിക്കാം. ലോട്ടിടുമ്പോ കുഞ്ഞമ്മയ്ക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ദൈവം എന്റെ കൂടിയാ, എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് തന്നെ നറുക്ക് വീഴും. അഥവാ അമ്മയുടെ പേര് കിട്ടിയില്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യുന്നു പറ അമ്മ. നീ എന്റെ മോള് തന്നെയാണോ? എടി നിനക്ക് എന്നോട് വല്ല ദേഷ്യം ഉണ്ടെങ്കിലേ കൊച്ചിനെ നിറകലല്ല തീർക്കേണ്ടത്. നിങ്ങൾ 2 പേരും ഒന്നും മിണ്ടാതിരിക്കോ? അതെ, 2 പേരുടെയും പേരെഴുതിയിട്ടുണ്ട്. ഇതിന് 2 ഏട്ടത്തിയുടെ പേരാണെന്ന് എനിക്ക് സംശയമുണ്ട്. അതിന്റെ ആവശ്യം നീ മോഹനില്ല. എനിക്ക് പരിശോധിക്കണം. പരിശോധിച്ചു. ആരാന്ന് വെച്ചാൽ അതെ, ഇതിൽ 5 എഴുതിയേക്കുന്നേ. നിന്റെ സംശയം തീർന്നോ? ഇതിൽ 2 എന്റെ പേര് എഴുതേണ്ട കാര്യമൊന്നും എന്റെ മോനെണ്ണില്ല. ഇങ്ങോട്ട് താ. ഇതിരുന്ന് എടുത്തേ. ഇത് 5.
മനസ്സിലായോ ദേവ് എന്റെ കൂടെയാന്ന്? ഈ കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് ഇനി ഒരു ചർച്ചയും ഇല്ല, തർക്കവും ഇല്ല. അഞ്ചു ജോലിക്ക് പോകുന്നു, അഞ്ചുവിന് വേണ്ടെങ്കിൽ ആവണിക്ക് പോകാം. വേണ്ടമ്മേ, അഞ്ചു തന്നെ പോയിക്കോട്ടെ. അപ്പൊ എല്ലാവർക്കും എന്റെ വക ട്രീറ്റ്. എന്നാ ഇരിക്കും മക്കളെ, നമുക്ക് ഫുഡ് കഴിക്കാം. ആ ക്ലാസ് എടുത്തേ മോളെ. അയ്യേ, ആവണി കരയുന്ന. എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. ഇത്ര ഭാഗ്യം കിട്ടുകളാണോ ഞാൻ? എന്താ അവിടെ ഇത് കൊച്ചു കുട്ടികളെ പോലെ? എന്റെ കഷ്ടപ്പാടിന് ഒരു വിലയുമില്ലേ? ആവണി, അതൊരു പെർമനന്റ് ജോലിയൊന്നും അല്ലല്ലോ. പെർമനന്റ് ജോലി പോയിട്ട് അതൊരു ജോലി പോലും അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ അവളുടെ മുന്നിൽ ഞാൻ നാണം കെട്ടില്ലേ? ആവണി, എന്താ ആവണി ഇത്? ഈ ജോലിക്ക് പോകാത്താണോ അത് അഞ്ജുവിന്റെ വീട് തോറ്റാണോ നിന്റെ പ്രശ്നം? രണ്ട് പ്രശ്ന. ഞാൻ ഇനി അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവൾ എന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. നീ ചുമ്മാ കാട് കയറി ചിന്തിക്കല്ലേ. ഒരു ഗവൺമെന്റ് ജോലി പോയിട്ട് അതിന്റെ ഒരു ഭാഗമാനുള്ള യോഗം പോലെ എനിക്കില്ലേ? ഞാൻ വേണമെങ്കിൽ അഞ്ജുനോട് സംസാരിക്കാം. എന്തിന്? മോഹനേട്ടൻ അവളുടെ മുന്നിൽ താഴാനൊന്നും പോകണ്ട. ആവണി, നീ നിന്റെ കരച്ചിലൊന്നും നിർത്ത്. നിനക്ക് നിന്റെ കഴിവിൽ വിശ്വാസമില്ലേ? നിന്റെ കൂടെ ഞാനില്ലേ? നിന്റെ എല്ലാ കാര്യത്തിലും ഞാൻ കൂട്ടു നിൽക്കുന്നില്ലേ? പിന്നെന്താ പ്രശ്നം? നമുക്ക് എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാം. അത് ഈ കരച്ചിൽ നിനക്ക്, എനിക്ക് ഈ കരച്ചിൽ കാണാൻ വയ്യ. സോറി ചേട്ടാ. എന്തു സോറി? എടാ നീ പറഞ്ഞടാ ഭൂരിപക്ഷം മറ്റത് മറിച്ചതെന്നൊക്കെ. എന്നിട്ട് അവസാനം ഇപ്പൊ കാല് മാറിയിരിക്കണം. ഞാൻ ഒന്ന് പറയുന്ന കേക്ക്. നീ ഇനി എന്ത് പറയാനാടാ? ചേട്ടാ, ഏട്ടത്തി കിട്ടാത്തതിന് ചേട്ടന് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എടാ അവളാ റൂമിലിരുന്ന് കരയുന്നു, നിനക്കത് അറിയോ? ഞാൻ വേണമെങ്കിൽ ഏട്ടത്തിനോട് സംസാരിക്കാം. ഏട്ടൻ വന്ന് അഞ്ജുവിനോടൊന്ന് സംസാരിക്കുമോ? എടാ മതിയടാ, നിർത്തടാ. ഭാര്യയും ഭർത്താവിടെ വന്ന് മുമ്പിൽ നാടകം കളിച്ചിട്ട് ഇപ്പൊ ഒന്ന് സംസാരിക്കാം. നീ ഇനി എന്ത് സംസാരിക്കാടാ? ചേട്ടാ, ഞാൻ നാടകമൊന്നും കളിച്ചിട്ടില്ല. ഞാൻ ഒന്ന് പറയണ കേക്ക്. ഭൂരിപക്ഷം നോക്കിയാൽ ചേട്ടൻ പറഞ്ഞ പോലെ അമ്മ എങ്ങാനും അഞ്ജുവിന് സപ്പോർട്ട് ചെയ്ത പ്രശ്നമാവില്ലേ? എടാ അമ്മ അഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് നിനക്ക് എന്ത് പ്രശ്നമാടാ? അഞ്ജു ജോലിക്ക് വേണ്ടി വരില്ലേ? അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഏട്ടൻ്റെ അത്ര വിശാല മനസ്കഥയൊന്നും ഇല്ല. ഭാര്യനെ എല്ലാ ടെസ്റ്റിനും എക്സാമിനൊക്കെ കൊണ്ടുപോയി ഗവൺമെന്റ് ജോബ് വാങ്ങിച്ചു കൊടുക്കാൻ. എന്താണ്? എനിക്ക് അത്രയും വിശാല മനസ്കഥയൊന്നും ഇല്ല. ഞാൻ വിചാരിച്ചേ ഏട്ടൻ 2 ലോട്ടിലും ഏട്ടത്തിൻ്റെ പേര് എഴുതി കൊണ്ടുവരുമെന്ന്. അഞ്ജുവിന്റെ പേര് കണ്ടപ്പോ ഞെട്ടിപ്പോയി. ഒരു കാരണവശാലും അഞ്ജു ജോലിക്ക് പോകാൻ പാടില്ല. ഇതൊക്കെ അഞ്ജു അറിഞ്ഞാലാ കൊല്ലും. എടാ എന്നെ കൊന്നിട്ട് അഞ്ജുവിനെ കിട്ടാനാണ്. ഏട്ടനല്ല, എന്നെ തല്ലി കൊല്ലൂന്ന് പറഞ്ഞേ. അല്ല, ഏട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ അനിയനെ തല്ലി കൊന്നു കഴിഞ്ഞാൽ ചേട്ടൻ ഒരു വിഷമം ഉണ്ടാവില്ല? നീ വെറുതെ അതും സംസാരിക്കല്ലേ. ഏട്ടത്തി ആ ജോലിക്ക് പോട്ടെ. ഏട്ടത്തിക്ക് ഒരുപാട് ആഗ്രഹിച്ചല്ലേ. ഏട്ടത്തിയുടെ ആഗ്രഹമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ അഞ്ജു ഈ ജോലിക്ക് പോകണ്ടെന്ന് വെച്ചാലുണ്ടല്ലോ, ആവണി ഈ ജോലിക്ക് പോവൂല. അഞ്ജുവും ജോലിക്ക് പോകാൻ പാടില്ല. ഏട്ടൻ ഈ കാര്യത്തിൽ എൻ്റെ കൂടെ എന്തായാലും നിൽക്കണം. നമുക്ക് നോക്കാം. ശരിയേട്ടാ, പോകണം. ഞാൻ പറഞ്ഞാരേ അഞ്ജു ഒരിക്കലും അറിയരുതിട്ടാ. ഒന്ന് പോയേടാ. അഞ്ജുവിൻ്റെ അടുത്ത് പറയാൻ പോണേണ് ഇപ്പൊ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.